കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിന്റെ മരണം മാധ്യമങ്ങളെല്ലാം ഒരുപാട് ഏറ്റെടുത്തതായിരുന്നു. വളരെ മൃഗീയമായിട്ട് ആ കുട്ടിയെ കൊന്ന ദൃശ്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പൊ അതിന്റെ റിലേറ്റഡ് ഒരു ഊമക്കത്ത് കിട്ടിയിരിക്കുന്നു. അതെ, അതിനെ ആ ഷഹബാസിനെ കൊന്ന ആളുകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊരു ഊമക്കത്തായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. അപ്പം അതെന്താണെന്ന്, ആരാണ് എഴുതിയത്, എവിടെ നിന്നാണ് വന്നത്, അങ്ങനെ വ്യക്തമായി ഇതുവരെ ഒന്നും അതിനെ സംബന്ധിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പൊ ഈ നമ്മളെ പോലെ തന്നെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരിക്കും ഒരുപക്ഷെ. അതെ, ആരായിരിക്കും എന്നുള്ളത് നമുക്ക് ആ ഒരു ആകാംക്ഷയുണ്ട്. കാരണം എല്ലാവരും, കേരള സമൂഹം മൊത്തം പറഞ്ഞത് ഷഹബാസിനെ തെറ്റ് ചെയ്ത കുട്ടികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയായിരുന്നു ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചതൊക്കെ. പക്ഷെ അതിനെതിരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. കാരണം പരീക്ഷ എഴുതിപ്പിക്കരുത്, നാളത്തെ ക്രിമിനലുകളാണ് ഇവരെന്നൊക്കെ ആയിരുന്നു പല വിധത്തിലും നാട്ടുകാരുൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും കുട്ടികൾ പരീക്ഷ എഴുതി. അപ്പം ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത്, ഊമക്കത്തിന് പിന്നിൽ? പക്ഷെ അങ്ങനെ പറയുമ്പം ഒരു ചെറിയൊരു സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ശരിയാണ്. കാര്യം ഇത് അവര് ചെയ്തത് അവരുടെ പ്രായത്തിന് പറ്റിയൊരു ക്രൈം അല്ല. ഒരാള് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ കുട്ടികൾക്കിടയിൽ അത് പറഞ്ഞു തീർക്കാം. അതെ, കാരണം നമ്മൾ പറഞ്ഞു തീർത്തത് എല്ലാ പ്രശ്നങ്ങളും ഒറ്റ ദിവസം കൂടെ തീരേണ്ട കുട്ടികൾക്കിടയിലാണ് ഇപ്പൊ ഒരു കൊലപാതകത്തിലോട്ട് എത്തിയത്. പ്ലാൻ ചെയ്ത് അയാളെ കൊല്ലണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അന്നും അതൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്ന കാര്യം. കൊല്ലണം എന്നുള്ള തന്നെ വാക്കുകളായിരുന്നു അവരുടെ വായിൽ നിന്ന് വന്നിരുന്നത്. അപ്പം ഇപ്പോ അവർക്കെതിരെ, അതായത് അവര് ചെയ്തത് തെറ്റാണ്, അപ്പൊ അവരോട് ദേഷ്യത്തില് ആ ചെയ്തതിന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഷഹബാസിനെ പോലെ ഒരു മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് അവരെ കൊല്ലണം എന്നല്ല, എന്നാൽ കൂടി തക്കതായ ഒരു ശിക്ഷ കിട്ടണം. കാരണം കുട്ടികളാണെന്നുള്ളൊരു പരിഗണന അവർക്ക് ഒരിക്കലും കൊടുക്കരുത്. കാരണം കുട്ടികളുടെ പ്രവൃത്തിയല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം കുട്ടികളാണെന്ന് പരിഗണിക്കാതെ തന്നെ അവർക്ക് എന്താണ് ശിക്ഷ എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്നായിരുന്നു കേരള സമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്നത്, അവരുടെ ആഗ്രഹവും. കാരണം ആ കുട്ടി മരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിലടക്കം കണ്ടതാണ്, ഒരുപാട് പേര് എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട് ഒരു വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നായിരുന്നു. പരീക്ഷ എഴുതിക്കേണ്ട കാര്യമില്ല, കാര്യം 3 വർഷം അല്ലെങ്കിൽ അവരുടെ തടവ് കഴിയാൻ നേരത്ത് വീണ്ടും അവർ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ തന്നെ വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ കോപ്പി അടിക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാൻ അനുവാദമില്ല, പക്ഷെ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ സിസ്റ്റത്തിന്റെ വലിയൊരു പ്രോബ്ലം. പിന്നെ ഇത്ര വർഷത്തേക്ക് ഡീബാർ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിക്ക് അങ്ങനെ വരും. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു കൊലപാതകം ചെയ്തിട്ടും പ്രശ്നമില്ലായിരുന്നു, കാര്യം അതായിരുന്നു നമ്മുടെ നിയമം. അപ്പൊ അതിനെതിരെ ഒരുപാട് വിമർശന സ്വരങ്ങൾ ആ ഒരു സമയത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഊമക്കത്ത് വന്നിരിക്കുന്നത്. ഷഹബാസിനെ കൊന്ന കുട്ടികളെ കൊല്ലുമെന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഷഹബാസിനെ ആ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്ന വീഡിയോസും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന വീഡിയോസ് എല്ലാം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മനം തൊന്ന ഏതോ ഒരു വ്യക്തിയാണത്. ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ശരിക്കും ആഗ്രഹമുണ്ട് ആരാണെന്ന് അറിയാൻ. അങ്ങനെ ഒരു ആരായിരിക്കും അത്? കാരണം ഇത്രയും നമുക്ക് ഇപ്പം റിപ്പോർട്ട്, അതായത് മാധ്യമങ്ങൾക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും പറയാൻ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ അതിനെതിരെ നടപടി എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. പക്ഷെ നമുക്ക് ഇങ്ങനൊരു ഇത് വരുമ്പോഴത്തേക്കിനും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പരീക്ഷ എഴുതിക്കരുതായിരുന്നു അവരെ. അങ്ങനെയും ഒരു കുറച്ചെങ്കിലും നീതി. ഇവരൊക്കെ പരീക്ഷ എഴുതിയതിനു ശേഷവും ഇപ്പോൾ ഇവരുടെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവരൊരു നല്ല ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. കാരണം ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാളുകൾ എങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ശരിക്കും ഒരു സംശയമാണ്. ഇപ്പൊ 6 പേര് കുട്ടികൾ അവര് ആ ഒരു കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ 6 പേരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഒരു ടീമാണ്, നാളത്തെ ഒരു ഗുണ്ടാ സംഘമാണ്, താമരശ്ശേരിയിലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ സംഘമായിട്ട് മാറാനുള്ള ആ ഒരു രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവരെ പരീക്ഷ എഴുതിച്ചതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു കത്ത് വന്നേക്കുന്നതിന്റെ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു കൊല നടന്നു, അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ക്രൈം ചെയ്ത കുട്ടികളെ കൊല്ലണം എന്നുള്ള രീതിക്ക് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇത്രത്തോളം ചിന്തിക്കാനുള്ള ഒരു ശേഷി വന്നിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം. ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ 15 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് അത്രത്തോളം ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ കണ്ടതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവര് വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടാണ്. കാരണം കൊല്ലൂന്ന് പറഞ്ഞാൽ കൊല്ലും,
അവന് കണ്ണില്ല അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളെ ഒരു 15 വയസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല 20 വയസ്സ് 25 വയസ്സിൽ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയ കേസ് നടക്കില്ല, അതുപോലെ 2 ദിവസത്തിനുള്ളിൽ കേസ് തള്ളി. അത് അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് കാര്യം കൂട്ടത്തോടെ. പക്ഷേ നമ്മുടെ സമൂഹം അതാണ്. കാരണം പറഞ്ഞത് അവരുടെ മെച്യൂരിറ്റിയെ തന്നെയാണ് പറയുന്നത്. അവർക്ക് അത്രത്തോളം എന്താണ് ഇപ്പൊ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് എന്തെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ശിക്ഷയുണ്ട് നിയമപ്രകാരം. മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും കൂട്ടത്തോടെ കൊലപ്പെടുത്തുക, അതുപോലെ കുട്ടികളാണ്, ആ ഒരു പരിഗണനയൊക്കെ കിട്ടുമെന്നൊരു ആത്മവിശ്വാസത്തിലായിരുന്നു ഇവർ പ്രധാനമായിട്ടും കൊന്നത്. കാരണം കൊല്ലാനും മാത്രം ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൊല്ലാനും മാത്രം ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ഒരു ബുദ്ധി പോലും അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഊമക്കത്ത് എഴുതിയേക്കുന്ന ആളെ സംബന്ധിച്ചും അവരെ കൊല്ലാനല്ല നമ്മൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അപ്പം വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് എത്തരുതെന്നാണ് എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം ഷഹബാസിന് നീതി വേണം. കാര്യം ഇനി ഇങ്ങനെ ഒരു ക്രൈം ഇവിടെ ആവർത്തിക്കരുത്. ഒരു കുട്ടികൾക്കിടയിലാണെങ്കിൽ കൂടി അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവരുത്, അത് കുറയണം. അപ്പം കൊലപാതകം എന്നുള്ളതിലോട്ട് ചിന്തിക്കാതെ അതിന് വേറെ ഏതെങ്കിലും രീതിക്ക് നമുക്ക് ശാന്തമായിട്ടുള്ള രീതിക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ട. അല്ല, നമുക്കിപ്പം അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഊമക്കത്തിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. കാരണം ആ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക, അതുപോലെ അവരെ ജയിലിടുക, അത് തക്കതായ ശിക്ഷ കൊടുക്കണം. ഷഹബാസിന് പൂർണ്ണമായിട്ട് നീതി കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നുള്ള ഭീഷണി ഒരു ഇതിൻ്റെയും ആവശ്യം വരുന്നില്ല. അപ്പം ഇപ്പം ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഷഹബാസിന് നീതി കിട്ടാനായിട്ട് വേണ്ടി നിൽക്കുക. കാരണം എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം, അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലേലും ഷഹബാസിന് നീതി കിട്ടണം എന്നുള്ള ഒരു ഇതിൽ ആ കുട്ടികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക. അതെ, അതനുസരിച്ച് നല്ലൊരു ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ആ ഒരു വിഷയത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പം സംസാരിക്കാനുള്ളത്.